ഏട്ടൻ എന്തായാലും സന്തോഷായല്ലോ അല്ലേ? ഏട്ടന്റെ മനസ്സ് ഒത്തിരി നല്ലതാ ഏട്ടാ. അതുകൊണ്ട് ഏട്ടന്റെ ജീവിതത്തില് എന്നും നല്ലതേ വരൂ. ഓ, അതുകൊണ്ടല്ലേ ഏട്ടന് അമൃതേച്ചിയെ കിട്ടിയത്. അമ്മു, നീ എന്താ ഈ പറഞ്ഞേ? നിനക്ക് സമ്മതമല്ലെന്നോ? ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് എന്റെ അച്ഛനെ നീ അപമാനിച്ചല്ലോ. രാജേട്ടാ, എന്താ ഈ കാണിക്കുന്നേ? മര്യാദയ്ക്ക് അച്ഛൻ പറയുന്ന അനുസരിച്ചോണം, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു മകളില്ല. രാജേട്ടാ പ്ലീസ്. അയ്യോ സാർ, രാജേട്ടാ, എന്റെ അച്ഛനെ കൊടിക്കൊടുത്തപ്പോ നിനക്ക് സമാധാനമേടി. അമ്മോ, എന്താ നീ മിണ്ടാ നിൽക്കുന്നേ? മുത്തശ്ശൻ ചോദിച്ച അമ്മു കേട്ടില്ലേ? ശ്രീനാഥുമായിട്ടുള്ള വിവാഹത്തിന് മോൾക്ക് എന്തെങ്കിലും സമ്മതക്കുറവുണ്ടോ? ഇല്ല മുത്തശ്ശ, എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമാ. ചെല്ലെ, മോള് വേഗം പോയി റെഡിയായിട്ട് വാ. നിങ്ങളും കൂടി ചെല്ലെ. ഹലോ, ഏട്ടനിപ്പോ സന്തോഷായല്ലോ അല്ലേ? ഒരു കണക്കിന് എല്ലാം നന്നായിന്നാ എനിക്ക് തോന്നുന്നത്. അമൃതേച്ചിക്ക് ഈ വിവാഹത്തിന് സമ്മതക്കുറവുണ്ടെന്നൊരു സംശയം തോന്നിയതുകൊണ്ടല്ലേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയതും ഇപ്പൊ സത്യം വെളിവായതും. ഈ വിവാഹത്തിന് സമ്മതാണെന്ന് അമൃതേച്ചി എന്നെ നേരിട്ട് പറഞ്ഞല്ലോ. ഇനി ആരെന്ത് പറഞ്ഞാലും നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യാനേ പോണ്ട. ആദിക്ക് എന്നോട് എന്തെങ്കിലും ഇഷ്ടക്കുറവുണ്ടാവോ? ആ മരത്തലേന് ഈ ലോകത്ത് ആരെ ഇഷ്ടല്ല. അവന് പോവാൻ പറ. അതങ്ങനല്ലേ മാളു. അവന് അവന്റെ ചേച്ചിയെ ഒരുപാട് ഇഷ്ടാ. ചേച്ചി പെട്ടെന്ന് മറ്റൊരു വീട്ടിലേക്ക് പോകുന്നു എന്നറിയുമ്പോ അവൻ അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ചിലരങ്ങനെ ഒരുപാട് ഇഷ്ടമുള്ളത് നഷ്ടപ്പെടുമ്പോ അവർക്കത് സഹിക്കാൻ പറ്റില്ല. അത് നഷ്ടപ്പെടാൻ കാരണക്കാരായവരോടും അവർക്ക് ദേഷ്യമുണ്ടാവും. ആദിക്ക് എന്നോടുള്ള ദേഷ്യത്തിന് കാരണവും അതന്നെയാവും. അതെന്തെങ്കിലും ആവട്ടെ, ഏട്ടൻ എന്തായാലും സന്തോഷായല്ലോ അല്ലേ? ഏട്ടന്റെ മനസ്സ് ഒത്തിരി നല്ലതാ ഏട്ടാ. അതുകൊണ്ട് ഏട്ടന്റെ ജീവിതത്തില് എന്നും നല്ലതേ വരൂ. ഓ, അതുകൊണ്ടല്ലേ ഏട്ടൻ അമൃതേച്ചിയെ കിട്ടിയത്. അമ്മു, അമ്മു, ജസ്റ്റ് ഒന്ന് നോക്കിയേ. അമ്മു, ഒന്ന് നോക്കമ്മു. ആശ ചേച്ചി, മേക്കപ്പ് കഴിഞ്ഞില്ലല്ലോ. ഫുൾ മേക്കപ്പ് കഴിഞ്ഞിട്ട് ചേച്ചിക്ക് സെൽഫി എടുക്കാം. ദേ നന്ദിതേ, എനിക്കും നിനക്കും വലിയ പ്രായ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് ഈ ചേച്ചി വിളിയൊന്നും വേണ്ട. ബാലഗോപാലേട്ടൻ മുറപ്രകാരം എന്റെ ഏട്ടനായിട്ട് വരും. അങ്ങനെയാവുമ്പോ ഈ ആശ ചേച്ചി എന്റെ ചേച്ചി തന്നെയാണല്ലോ. വാ ചേച്ചി, നീങ്ങിന്നേ.
ഇനി എന്താന്ന് വെച്ചാ ചെയ്തോ. മാറങ്ങോട്ട്. കണ്ണ് എഴുതിയിട്ടില്ലല്ലോ, പിന്നെന്താ കണ്ണ് നിറഞ്ഞിരിക്കുന്നേ? ഒന്നുമില്ല, പൊടി പോയതാ. നമസ്കാരം. സന്നിഹിതരായിരിക്കുന്ന എല്ലാ ബന്ധുമിത്രാദികളുടെയും അനുവാദത്തോടുകൂടി മോതിരം മാറുന്ന ചടങ്ങ് ആരംഭിക്കുകയാണ്. ഹലോ ഹലോ, എന്താ പറഞ്ഞേ? കേക്കാൻ പറ്റുന്നില്ല. ഹലോ ഹലോ. ഇത് ഞങ്ങളുടെ ഭാഗ്യമാ. അയ്യോ, കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിച്ചാ മതിയെന്നേ. ആ, നിങ്ങളുടെ ഇഷ്ടം എന്താണോ അതാ ഞങ്ങളുടെ ഇഷ്ടം. ആയിക്കോട്ടെ. മോളെ, രവിയേട്ടനെ കണ്ടായിരുന്നോ? അവിടെ കാർ പാർക്കിംഗിൽ ആരോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ആണോ?